JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടു താഴെ പറയുന്ന കാര്യങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 4 പ്രസ്താവനകളാണ് താഴെ പറയുന്നത് അല്ലേ? അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1. തൊഴിൽക്കരം പിരിക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. 2. കെട്ടിട നികുതി പിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. 3. ദാരിദ്ര്യ നിർമ്മാർജ്ജനം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. 4. വിനോദ നികുതി ചുമത്താനുള്ള അധികാരം ജില്ലാ പഞ്ചായത്തിന് മാത്രമാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. ഏതാണ്? 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. തൊഴിൽക്കരം പിരിക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. കെട്ടിട നികുതി പിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ഈ 3 എണ്ണമാണ് ശരിയായിട്ടുള്ളത്. 4-മത്തത് തെറ്റാണ് അല്ലേ? വിനോദ നികുതി ചുമത്താനുള്ള അധികാരം ജില്ലാ പഞ്ചായത്തിന് മാത്രമുള്ളത് തെറ്റാണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ശരിയേത്? 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, സ്ത്രീ കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷത്തിനും ഡിഗ്രിയോ അതിലധികമോ വിദ്യാഭ്യാസമുള്ളവരാണ്. 2. പുരുഷ കുടിയേറ്റക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം സ്ത്രീ കുടിയേറ്റക്കാരേക്കാൾ കുറവാണ്. 3. ഏറ്റവും കൂടുതൽ മലയാളി കുടിയേറ്റക്കാരുള്ള രാജ്യം സൗദി അറേബ്യയാണ്. 4. ഏറ്റവും കൂടുതൽ കുടിയേറ്റത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കാണ്. അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് സ്ത്രീ കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷത്തിനും ഡിഗ്രിയോ അതിലധികമോ വിദ്യാഭ്യാസമുള്ളവരാണ്. പുരുഷ കുടിയേറ്റക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം സ്ത്രീ കുടിയേറ്റക്കാരേക്കാൾ കുറവാണ്. ഇത് 2 എണ്ണമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ ചേരുംപടി ചേർക്കുക. താഴെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു സൈഡിൽ തൊഴിലുറപ്പ് പദ്ധതികളുമായി അതുപോലെ തന്നെ പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് വലത് സൈഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. ഇത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ചേരുംപടി ചേർത്ത് നോക്കിയാൽ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. അതായത് 1 സി, നഗര തൊഴിലുറപ്പ് പദ്ധതി. അതേതാണ്? സി, AUEGS. AUEGS. രണ്ടാമത്തെ ഏതാണ്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതേതാണ്? MGNREGS. MGNREGS. അടുത്ത് മൂന്നാമത്തെ ഗ്രാമീണ ഉപജീവന പദ്ധതി. ഗ്രാമീണ ഉപജീവന പദ്ധതി. അതേതാണ്? ഡി ആണല്ലേ. DAYNRLM. DAYNRLM. അടുത്ത് നഗര ഉപജീവന പദ്ധതി. അതേതാണ്? ബി ആണല്ലേ. DAYNULM. NULM. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങളിൽ നിന്ന് റിക്കാർഡിയൻ തിയറി പ്രകാരം ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് റിക്കാർഡിയൻ തിയറി പ്രകാരം ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്യം എക്സ്, തുണി 10, വൈൻ 24, വൈ തുണി 8, വൈൻ 2. അത് ഓപ്ഷൻസ് എ, ബി, സി, ഡി തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ രാജ്യം എക്സിന് വൈനും തുണിയും നിർമ്മിച്ചും വൈക്ക് കയറ്റുമതി ചെയ്യാൻ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓപ്ഷൻ ബി, രാജ്യം വൈക്ക് തുണി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും രാജ്യം എക്സിന് വൈൻ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓപ്ഷൻ സി, രാജ്യം വൈനും തുണിയും രാജ്യം എക്സിൽ നിന്നും ഇറക്കുമതി ചെയ്യും. ഡി, രാജ്യം എക്സിന് തുണി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും രാജ്യം വൈക്ക് വൈൻ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിക്കാർഡിയൻ തിയറി പ്രകാരം ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. രാജ്യം വൈക്ക് തുണി നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനും രാജ്യം എക്സിന്
വൈൻ നിർമ്മിച്ചു കയറ്റുമതി ചെയ്യാനും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ആദ്യ 2 സംസ്ഥാനങ്ങൾ ഏത്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ആദ്യ 2 സംസ്ഥാനങ്ങൾ ഏത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ നഗര ജനസംഖ്യയുള്ള ആദ്യ 2 സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. GST കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഉത്തരം എടുത്തെഴുതുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. അത് GSTയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ, GST കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലായിട്ട് ശരിയായിട്ടുള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. GST നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് GST കൗൺസിലാണ്. 2, പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. 3, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അധ്യക്ഷനായുള്ള സമിതിയിലെ മറ്റ് അംഗങ്ങൾ റവന്യൂ, ഫിനാൻസ് ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ മന്ത്രിമാരുമാണ്. 4, 50% അംഗങ്ങളുടെ വോട്ടോടെ മാത്രമേ GST കൗൺസിലിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ഇതിനകത്ത് ഈ 4 എണ്ണത്തിനകത്ത് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 1ഉം 3ഉം മാത്രം ശരി. 1ഉം 3ഉം എത്ര? ഒന്ന് ഏതാണ്? GST നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം എടുക്കുന്നത് GST കൗൺസിലാണ്. പിന്നെ ഏതാണ്? മൂന്നാമത്തേത് ശരിയാണല്ലേ. മൂന്നാമത്തെ ഏതാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അധ്യക്ഷനായുള്ള സമിതിയിലെ മറ്റംഗങ്ങൾ റവന്യൂ, ഫിനാൻസ് ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ മന്ത്രിമാരുമാണ്. അപ്പോൾ അത് ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. HDIയുടെ ഭാഗമല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് HDIയുടെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, മാതൃമരണ നിരക്ക്, MMR. മാതൃമരണ നിരക്കാണ് HDIയുടെ ഭാഗമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ദേശീയ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ദാരിദ്ര്യരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ 4 സംസ്ഥാനങ്ങൾ ഏവ? 2023 ദേശീയ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI പ്രകാരം ദാരിദ്ര്യരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ 4 സംസ്ഥാനങ്ങൾ ഏവ? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, ഉത്തർപ്രദേശ്. 2023 ദേശീയ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ദാരിദ്ര്യരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള 4 സംസ്ഥാനങ്ങളാണ് ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംബന്ധിച്ചു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ, 2015 UN അംഗരാജ്യങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അംഗീകരിച്ചത്. 2, 2045 കൈവരിക്കുന്ന തരത്തിലാണ് SDG ലക്ഷ്യം വയ്ക്കുന്നത്. 3, 17 വിഭാഗങ്ങളായുള്ള സമഗ്ര പുരോഗതിയാണ് SDG ലക്ഷ്യം വയ്ക്കുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 4 ഓപ്ഷൻസ് താഴെയുണ്ട്, എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, 1ഉം 3ഉം 4ഉം മാത്രം ശരി. 1ഉം 3ഉം 4ഉം മാത്രം ശരി. ഒന്നാമതാണ് 2015 UN അംഗരാജ്യങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അംഗീകരിച്ചത്. 3 ഏതാണ്? 17 വിഭാഗങ്ങളായുള്ള സമഗ്ര പുരോഗതിയാണ് SDG ലക്ഷ്യം വയ്ക്കുന്നത്. 4 ഒന്നാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്ന് ഹ്രസ്വകാലത്തേക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് പണം കടം വാങ്ങുമ്പോൾ ഈടാക്കുന്ന നിരക്ക്. വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്നും ഹ്രസ്വകാലത്തേക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് പണം കടം വാങ്ങുമ്പോൾ ഈടാക്കുന്ന നിരക്ക്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി. എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ബാങ്ക് നിരക്ക്, ബാങ്ക് റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023-24
ഇന്ത്യയുടെ അന്തർദേശീയ കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് 2023-24 ഇന്ത്യയുടെ അന്തർദേശീയ കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ് ഉള്ളത്. അത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നോക്കാം. ഒന്നാമത്തേത്, ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ചൈന. 2, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് USA-യുമായാണ്. 3, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് ചൈനയുമായിട്ടാണ്. 4, ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് USA. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യമാണ് ഇന്ത്യ. പിന്നെ ഏതാണ് രണ്ടാമത്തേത്? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മെച്ചമുള്ളത് USA-യുമാണ്. പിന്നെ ശരിയായിട്ടുള്ളത് നാലാമത്തേതാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി രാജ്യവുമാണ് USA. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു രാഷ്ട്രം എന്ന ആശയം ഒരു ദേശം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായും കാരണം. ഒരു രാഷ്ട്രം എന്ന ആശയം ഒരു ദേശം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായും കാരണം. 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഒന്നാമത്തേത് നോക്കാം. 1, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും സംസ്ഥാനങ്ങളെക്കാൾ വലുതാണ്. 2, രാഷ്ട്രങ്ങൾ പങ്കിട്ട സാംസ്കാരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതേസമയം സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ്. 3, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും പരമാധികാരമുള്ളവയാണ്, അതേസമയം സംസ്ഥാനങ്ങൾ ആയിരിക്കില്ല. 4, രാഷ്ട്രങ്ങൾ എല്ലായ്പ്പോഴും ജനാധിപത്യപരമാണ്, അതേസമയം സംസ്ഥാനങ്ങൾക്ക് സ്വേച്ഛാധിപത്യമായിരിക്കും. ഇതിൽ കാരണങ്ങൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, ഓപ്ഷൻ A, B, C, D. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഉള്ളി 2. രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായതാണ് രാഷ്ട്രങ്ങൾ പങ്കിട്ട സാംസ്കാരിക സവിശേഷത അടിസ്ഥാനമാക്കിയുള്ളതാണ്, അതേസമയം സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജ്ഞാനശാസ്ത്രപരമായി പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള സാമ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് ജ്ഞാനശാസ്ത്രപരമായി പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള സാമ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, കുറച്ച് ആളുകൾക്ക് പൗരത്വാവകാശങ്ങൾ നൽകാൻ ഇരുവരും ആഗ്രഹിക്കുന്നു. 2, അരിസ്റ്റോട്ടിൽ അടിമത്തത്തിന്റെ സ്ഥാപനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. 3, ധാർമ്മികതയും രാഷ്ട്രീയവും വേർപെടുത്തേണ്ടതില്ലെന്ന് ഇരുവരും വിശ്വസിച്ചു. 4, പ്ലേറ്റോ യുക്തിയിലൂടെ പ്രാപ്യമായ സഹജമായ അറിവിന് ഊന്നൽ നൽകി, അതേസമയം അരിസ്റ്റോട്ടിൽ അനുഭവപരമായ നിരീക്ഷണത്തിന് പ്രേരണയ്ക്കും മുൻഗണന നൽകി. ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഉള്ളി 1 and 3. 1 ഏതാണ്? കുറച്ച് ആളുകൾക്ക് പൗരത്വാവകാശങ്ങൾ നൽകാൻ ഇരുവരും ആഗ്രഹിക്കുന്നു. 4 മൂന്നാമത്തെ ഏതാണ്? ധാർമ്മികതയും രാഷ്ട്രീയ വേർപെടുത്തേണ്ടതില്ലെന്ന് ഇരുവരും വിശ്വസിച്ചു. അപ്പോൾ ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, സമൂഹത്തിന് പുറത്ത് അവകാശങ്ങൾ ഉണ്ടാകില്ല. 2, അവർക്ക് ഒരു ധാർമ്മിക അടിത്തറയുണ്ട്. 3, അവകാശങ്ങൾ സാർവത്രികമായിരിക്കണം, അവ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും നൽകണം. 4, മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഈ അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഉള്ളി 4. മുകളിൽ പറഞ്ഞവയെല്ലാം അതാണ് അവകാശങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, അനുഭവപരമായ ഡാറ്റയ്ക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിനും ഊന്നൽ നൽകുന്നു. 2, രാഷ്ട്രം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാനദണ്ഡപരമായ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. 3, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ ഔപചാരിക ഘടനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 4, നിയമത്തിന്റെ സൃഷ്ടാവും നിർവഹിക്കുന്ന ആളുമായി സംസ്ഥാനത്തെ പരിഗണിക്കുന്നു. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഉള്ളി 2. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. പൊളിറ്റിക്കൽ സയൻസിന്റെ തത്വശാസ്ത്ര സമീപനവും മറ്റ് സമീപനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഓൺലി 2. അതായത് രാഷ്ട്രം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള മാനദണ്ഡപരമായ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ.
ഉദ്യോഗസ്ഥരെ ഒരു ശ്രേണിയിൽ നിർത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉദ്യോഗസ്ഥരെ ഒരു ശ്രേണിയിൽ നിർത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വ്യക്തമായ അധികാരവും ഉത്തരവാദിത്വവും. രണ്ട്, കാര്യക്ഷമമായ തീരുമാനമെടുക്കല്. മൂന്ന്, മന്ദഗതിയിൽ ഉള്ള ആശയവിനിമയം. പട്ടിക 1, 2മായി പൊരുത്തപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക 1, 2. ഒന്നാമത്തെ എന്താണ്? ബ്യൂറോക്രാറ്റിക് തിയറി. പട്ടിക 1 എ ബ്യൂറോക്രാറ്റിക് തിയറി, ബി ഹ്യൂമൻ റിലേഷൻസ് തിയറി, സി സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ഡി ക്ലാസിക്കൽ മാനേജ്മെന്റ് സിദ്ധാന്തം. ഓപ്ഷൻ പട്ടിക 2 എ FW ടൈലർ, ബി ഹെൻറി ഫയോൾ, മാക്സ് ബെയർ, ഡി എൽട്ടൺ മായോ. അതിൽ 1, 2, 3, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേരുംപടി ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ചേരുംപടി ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണല്ലേ, only 1. അതായത് എ, സി ബ്യൂറോക്രാറ്റിക് തിയറി. സി ആണ് ഏതാണ്? മാക്സ് വെബർ. ബി ഏതാണ്? ഹ്യൂമൻ റിലേഷൻസ് തിയറി. അതാരാണ്? എൽട്ടൺ മേയോ. സി സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. അതാരാണ്? FW ടൈലർ. ക്ലാസിക്കൽ മാനേജ്മെന്റ് സിദ്ധാന്തം. അതാരാണ്? ഹെൻറി ഫയോള്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ പൗരന്മാരല്ലാത്തവർക്ക് ലഭ്യമായ അവകാശം? 4 പ്രസ്താവനകൾ താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ലഭ്യമായ അവകാശം? 1, ഭരണഘടനയിൽ 29-ാം വകുപ്പ്. 2, ഭരണഘടനയിൽ 21, 23, 25 വകുപ്പുകൾ. 3, ഭരണഘടനയിലെ 15, 16, 19. 4, മേൽപ്പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, only 2. ഏതാണത്? ഭരണഘടനയിലെ 21, 23, 25 വകുപ്പുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹം ഇടപെടാതിരിക്കാനുള്ള പ്രാഥമിക കാരണം ഇതാണ്. JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹം ഇടപെടാതിരിക്കാനുള്ള പ്രാഥമിക കാരണം ഇതാണ്. പ്രസ്താവന 1, വ്യക്തികളിൽ അന്തർലീനമായ നന്മയുണ്ട്, അവർ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തും. 2, വ്യക്തികൾക്ക് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് സമൂഹത്തിന് ഇല്ല. 3, സർക്കാർ ഇടപെടൽ എപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഹാനികരമാണ്. 4, വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, only 4. അതായത് വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. അതുകൊണ്ടാണ് JS മിൽ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സമൂഹ ഇടപെടാനുള്ള പ്രാഥമിക കാരണം ഏതാണ്? വ്യക്തികൾ അവരുടെ സ്വന്തം ക്ഷേമം വിലയിരുത്തുന്നതിൽ ഏറ്റവും മികച്ചതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പൊളിറ്റിക്കൽ റിയലിസത്തിന്റെ 2 പ്രധാന വക്താക്കൾ ഇനി പറയുന്നവരിൽ ആരെല്ലാമാണ്? പൊളിറ്റിക്കൽ റിയലിസത്തിന്റെ 2 പ്രധാന വക്താക്കൾ ഇനി പറയുന്നവരിൽ ആരെല്ലാമാണ്? 1, EH കാർ ജോർജ്, F കെന്നൻ. 2, റെയ്നോൾഡ് നെയ്ഫർ, കെന്നത്ത് W തോംസൺ. 3, CNJ സ്പെക്മാനും ഹാൻസ് ജെ മാർക്ദവും. 4, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, only 4. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ജനാധിപത്യ സിദ്ധാന്തത്തിലെ ആലോചനാപരമായ വഴിത്തിരിവിന് മുമ്പ് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ജനാധിപത്യ സിദ്ധാന്തത്തിലെ ആലോചനാപരമായ വഴിത്തിരിവിന് മുമ്പ് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രസ്താവന 1, പൗരന്മാർക്കിടയിൽ ആലോചനയും സമവായ രൂപീകരണവും. 2, വ്യക്തിഗത മുൻഗണനകളുടെയും താല്പര്യങ്ങളുടെ സംയോജനം. 3, പൊതു നയം രൂപപ്പെടുത്തുന്നതിൽ വിദഗ്ധരുടെ പങ്ക്. 4, നേരിട്ടുള്ള ജനാധിപത്യത്തിന്റെ പ്രാധാന്യം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, only 2. വ്യക്തിഗത മുൻഗണനകളുടെയും താല്പര്യങ്ങളുടെയും സംയോജനം. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളല്ല? 3 പ്രസ്താവനകൾ താഴെയുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളല്ലാത്തത്? 1, പ്രാദേശിക നികുതികൾ ശേഖരിക്കൽ. 2, വിദേശ നാണയത്തിന്റെ നിയന്ത്രണം. 3, സർക്കാർ ഉടമസ്ഥയുള്ള ബാങ്കുകൾ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ഡി ആണല്ലേ, only 1 and 2. പ്രാദേശിക നികുതികൾ ശേഖരിക്കല്,
2 ഏതാണ്? വിദേശ നാണ്യത്തിന്റെ നിയന്ത്രണം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.